ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ വിജേഷ് പിള്ളയെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ. ഹൈറിച്ച് ഉടമകൾക്ക് വിജേഷ് പിള്ള OTT പ്ലാറ്റ്ഫോം കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അൽ അമീനുണ്ട് വിവരങ്ങളുമായി. അമീൻ, ഇപ്പോൾ ഈ രാത്രി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? ബിനിൽ, ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ നേരത്തെ തന്നെ ഇഡി ഉദ്യോഗസ്ഥർ വിജേഷ് പിള്ളയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരമാണ് ഇയാൾ ഇഡി ഓഫീസിൽ ഹാജരായത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഹൈറിച്ച് കേസിൽ ഇതിന്റെ ഉടമകളുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇഡി വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആളുകൾ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇഡിക്ക് മുന്നിൽ ഹാജരായത്. ആ സാഹചര്യത്തിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇഡി ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വ്യവസായിയായിട്ടുള്ള വിവാദ വ്യവസായി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിജേഷ് പിള്ളയും ഇപ്പോൾ ചോദ്യമുറയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഹൈറിച്ച് ഉടമകളുമായി, പ്രതാപനും ഭാര്യയുമായി OTT പ്ലാറ്റ്ഫോം ഇടപാടുകൾ നടത്തിയിരുന്നു വിജേഷ് പിള്ള എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 40 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഓരോ മാസവും പ്രതിമാസം നിശ്ചിത തുക ഹൈറിച്ച് ഉടമകൾ വിജേഷ് പിള്ളയ്ക്ക് നൽകിയിരുന്നതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ബന്ധങ്ങൾ പരിശോധിക്കുന്നതിനായി ഇഡി വിശദമായി വിവരശേഖരണം നടത്തുന്നത്. ഈ ഹൈറിച്ച് ഉടമകളെ ഇന്നും ഇന്നലെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വിജേഷ് പിള്ളയും ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടർന്നേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്.